ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫുൾ അംബ്രല്ല വരുന്ന ഒരു ടൈപ്പ് ഗൗണാണ് കേട്ടോ. അപ്പോൾ മേലെ ഭാഗത്ത് ഓവർലാപ്പായിട്ട് വരുന്ന ബോഡി വന്നിട്ട് നല്ല ഫുൾ ഫ്ലെയറിലാട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിക്ക് ബ്രൈഡ് ട്യൂബിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു മേലത്തെ പാർട്ട് ഫസ്റ്റ് ബോഡി കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലാണ്. അപ്പോൾ 10.5 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മേലത്തെ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക കട്ടിങ്ങിൽ പോവാൻ. പിന്നെ ഷോൾഡർ എടുക്കുന്നത് 6 കേട്ടോ. പിന്നെ ആം ഹോളും 6 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 32 ബ്രസ്റ്റ് സൈസ് വരുന്ന ഒരു കുട്ടിക്കാട്ടോ അടിക്കുന്നത്. അപ്പോൾ 8 എടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ സീം അലവൻസ് ഒരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് ലെങ്ത്ത് ഒരു 15 കൊടുക്കുന്നുണ്ട്. അതും അതേപോലെ ഒരു 1/2 ഇഞ്ച്. നമ്മളെപ്പോഴും ബ്രസ്റ്റ് സൈസിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറവ് വയ്ക്കാറ് കേട്ടോ. നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വരിക കുറച്ച് ഷേപ്പായിട്ടാണല്ലോ വരിക. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് 7 ഇഞ്ച് മാർക്ക് കൊടുത്തിട്ട് പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ഇന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ 6 ഷോൾഡർ എടുത്തത് ആം ഹോളിൻ്റെ അവിടേക്കുള്ള ക്രോസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറഞ്ഞ് മാർക്ക് ചെയ്തിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബോഡി വന്നിട്ട് വേസ്റ്റിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി നീളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്നത് 17. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടിച്ചാൽ അത്ര കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ഒന്ന് അവിടെയും വന്നിട്ട് ഏറെ തന്നെ കൊടുക്കുന്നത്. വീതിയുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ ബോഡി മെഷർ ചെയ്തിട്ട് ആ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്കിംഗ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇനി നെക്ക് വന്നിട്ട് 3 കൊടുക്കുന്നത് വീതി. പിന്നെ ഇറക്കം കൂടുതലായിട്ട് കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ റെഫറൻസ് പിക്ക് പോലെ എനിക്ക് തന്നിരുന്നു. അതിൽ നെക്ക് ഇല്ലാണ്ട് ഇങ്ങനെ ഫുൾ ക്ലോസ് ആയിട്ടുള്ള പാക്ക് നെക്കായിട്ടുള്ള മാതിരി. പിന്നെ ബാക്കിൽ സിബാട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 2 ഇഞ്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ആം ഹോളും നെക്കും ഒന്ന് ഫ്രഞ്ച് കർവ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതില്ലാണ്ട് നമുക്ക് ചെയ്യാം. അതിലാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ ആം ഹോൾ അവിടുന്ന് അങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഫ്രഞ്ച് കർവ് ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് റൗണ്ട് സർക്കിൾ മാതിരി നമുക്ക് അവിടെ ഷേപ്പ് എവിടെയാണോ കിട്ടുന്നത് ഒന്ന് അതേപോലെ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നല്ല മനസ്സിലാവും കേട്ടോ. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടൊന്ന് അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എപ്പോഴും ഷോൾഡർ കുറച്ച് ഡൗൺ ആയിട്ടല്ലേ വരിക. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് ഒന്ന് ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തുമായിട്ടൊന്ന് കുറച്ചൊരു 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോഡീൻ്റെ ലൈനിങ് പീസ് റെഡി ആയിട്ടോ. അപ്പോൾ അതന്നെ വെച്ചിട്ട് നമുക്ക് മെയിൻ പാർട്ടിലും ഒന്ന് ഇത് സാറ്റിൻ്റെ ക്ലോത്ത് ആട്ടോ. നല്ല വഴുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് അതേപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്ക് വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ഇപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈനിങ് പീസിലാണ് കൂടുതലും ഞാൻ നെക്ക് കട്ട് ചെയ്യൽ കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്തിൽ ഞാൻ നെക്കൊന്നും കട്ട് ചെയ്യൂല. അത് വെച്ചടിച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യൽ. അതാണ് എനിക്കൊന്നും കൂടി കംഫർട്ടബിളായി തോന്നൽ. അപ്പോൾ അതും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബോഡിയുടെ മേലത്തെ പാർട്ട് പകുതിയോളം കട്ട് ചെയ്തെടുത്ത് ഇനിയും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഓവർലാപ്പായിട്ട് വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇതാ ഈ നെക്ക് ലൈനിങ്ങിൻ്റെ നെക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഈ ലൈനിങ്ങിന് ഒരു പീസും പിന്നെ നമ്മളെ മെയിൻ ക്ലോത്തിൽ നിന്ന് ഒരു പീസും ഒരേപോലെ വെച്ചിട്ട് ആം ഹോൾ, നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ, ആ ഫ്രണ്ടിൻ്റെ ആം ഹോളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഒരുമിച്ച് വെക്കണം, തെന്നി നല്ല വഴുക്കി പോകാനുള്ള സാധ്യത ഉണ്ട്. എന്താ വെച്ചാൽ ക്ലോത്ത് അങ്ങനത്തെയാണല്ലോ. അപ്പോൾ ഒന്ന് പിന്നെ ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ബോൾ പിന്നൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ 1.5 അകത്ത് മാർക്ക് ചെയ്ത് അപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ആർം ഹോളും റെഡി ആയിട്ടോ. നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടാണെന്ന്. ബാക്കും ഫ്രണ്ടും ഒന്നും മാറാതിരിക്കാൻ ഫ്രണ്ടിൽ നിന്നുള്ളതിനെ എഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ ലൈനിങ് പീസില്ലേ, ഫ്രണ്ട് കേട്ടോ, ബാക്ക് എടുക്കരുത്, ഫ്രണ്ടിൻ്റെ ആ ലൈനിങ് പീസോ അല്ലെങ്കിൽ മെയിൻ ക്ലോത്ത് തെന്നി പോകുമല്ലോ. അപ്പോൾ ഞാൻ ഈ ലൈനിങ് പീസായിട്ട് വെച്ചിട്ട് അതൊന്ന് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മെയിൻ ക്ലോത്ത് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് കുറേ വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടോ. നമുക്കൊരു ഐഡിയയും കിട്ടും, പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ക്ലോത്തും ബാക്കിയായി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ന്യൂസ് പേപ്പറൊന്നും ഇങ്ങനത്തെ കത്തിരി കൊണ്ട് വെട്ടാതിരിക്കുക കേട്ടോ നല്ലത്. ഞാനിപ്പോൾ വേറെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ വർക്കുള്ള മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് കത്തിരിൻ്റെ മൂർച്ചയൊക്കെ പോയി തുടങ്ങിയെന്ന്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ക്രോസ് ആയിട്ടാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഒന്ന് ക്രോസ് ആക്കി കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഞാൻ. ഇനി ഇതാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒരു 1.5 ഇഞ്ച് കേട്ടോ, 1.5 ഇഞ്ചോ 1 ഇഞ്ചായിട്ട് മതി. ആ മേലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമുക്കൊരു 4 തൊട്ട് 5 വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടൊന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് വെട്ടി കൊടുക്കാനുള്ളതാണ്, നമുക്ക് വേണ്ടാത്ത പീസാണ്. അടിയത്തെ ഭാഗം കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ മടക്കി ഒന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെ വരും എന്നുള്ളതൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അതാ ഒന്ന് മടക്കുക. അപ്പോൾ അതങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കിട്ടും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ആ പീസ് ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇനി ഇതേപോലെയാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. അപ്പോൾ അതാ അതേ പീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടോ. ഇത് നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ അത്രയും ക്ലോത്ത് വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ ഫോൾഡാട്ടത്, ഡബിൾ ഫോൾഡാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് 2 എണ്ണം വേണം. ഡബിൾ ഫോൾഡായിട്ട് അതൊന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്യട്ടെ. എന്താ വെച്ചാൽ ഈ ക്ലോത്ത് ആയിട്ട് നമുക്ക് അങ്ങനെ വെച്ചിട്ട് വെട്ടുകയാണെങ്കിൽ അത് കൊളാവും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ഒന്ന് അപ്പോൾ അതാ ഞാൻ തെന്നി പോണോണ്ട് ആ അയൺ ബോക്സ് ഒന്ന് അവിടെ വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റെപ്പ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതും വരാൻ പോകുന്നില്ല, കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എവിടേക്കാണ് എന്തൊക്കെയാണോ നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസൊക്കെ ഒന്നിൽ തന്നെ ഇട്ടിട്ടൊന്ന് മാറ്റിയേക്കാം കേട്ടോ. ഇനി നമ്മൾ സ്ലീവ്സ് ആട്ടോ. സ്ലീവ്സ് നമുക്ക് എത്രത്തോളം വീതി വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നീളം വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ് കേട്ടോ. ഞാൻ 23 നമ്മൾ ഫോൾഡിംഗ് ഒക്കെ കൂട്ടിയിട്ട് ഒരു 23.5 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടത് 10 ആണ് നോർമലായിട്ട് വരുന്നത് നീളം, വീതി. അതിൻ്റെ ഇതിൽ നമുക്കൊരു എക്സ്ട്രാ എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ എക്സ്ട്രാ 5.5 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ, അത്രത്തോളം നിങ്ങൾക്ക് നിറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ ആ മാർക്കിൻ്റെ താഴേക്കാണ് നമ്മൾ 3 വെച്ചിട്ട്
അവിടുന്ന് ആ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് അങ്ങോട്ടൊന്ന് ജോയിൻ്റ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ മേലോട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. ഈസിയാണ് കേട്ടോ. സ്ലീവ്സും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് താഴത്തെ അടിയിലുള്ള വീതി, അടിയിലും നല്ല വീതി കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതാ ഞാനൊരു 23.5 ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വീതി വന്നിട്ട് ഞാൻ കുറച്ച് മേലത്തേനെക്കാട്ടി കുറച്ചൊരു കുറവ് മാത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊരു 12-13 എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. നമ്മളവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പോൾ ഇതാ ഞാൻ അവിടെ താഴെന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് ഇതാ നമ്മൾ ഈ എൻഡ് മാർക്കിൽ നിന്ന് ആ താഴത്തോട്ടുള്ളതൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഒന്ന് ഫ്രണ്ടിന് ഒന്ന് ഷേപ്പും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആം ഹോള്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷേപ്പ് ചെയ്തൊന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ സ്ലീവ്സും റെഡി ആയിട്ടോ. ഇനി ഞാൻ അതാ ഒന്ന് ന്യൂസ് പേപ്പറിലൊന്ന് കാണിക്കുകയാണ് താഴത്തെ ലെയർ എങ്ങനെ അംബ്രല്ല കട്ട് എങ്ങനെ കട്ട് ചെയ്യാന്ന് കേട്ടോ. ഫുൾ സർക്കിളല്ല, അതുകൊണ്ടാട്ടോ കാണിക്കുന്നത്. അത്രയും വലിയ ക്ലോത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തു, പിന്നെ ഒരു ഫോൾഡും കൂടി ചെയ്യട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഒരു കോണിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ മാതിരി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഒരു കോൺ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് നമ്മളെ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണ്ടിട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു ഫോൾഡ് ചെയ്യുക, ഫസ്റ്റ് ഒരു ഫോൾഡ് ചെയ്യുക, പിന്നെ ഒരു ഫോൾഡും കൂടി ചെയ്യുക കേട്ടോ. അതേ ഡയറക്ഷനിൽ തന്നെ ഒരു ഫോൾഡും കൂടി ചെയ്തിട്ട് നമ്മൾ ഒരു കോണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങനും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ലൈനിങ്ങും ഇതും മെയിൻ ക്ലോത്തും മേലെ ഭാഗത്തായിട്ട് നമ്മളെ കട്ട് വരും. അപ്പോൾ ഇതാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ 7 മീറ്റേഴ്സാട്ടോ ക്ലോത്ത് എടുത്തത്. ലൈനിങ് ഒരു 5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ 4 ഫോൾഡ് ആട്ടോ. അത് 4 മടക്കായിട്ടുള്ള വിരിച്ചിട്ടുള്ളതാണ് ഞാൻ എന്താ കാണിക്കുന്നുണ്ട്. 2 ഫോൾഡ്, താഴെ 2 ഫോൾഡ്, ഓക്കെ 4 ഫോൾഡ് ഉണ്ട്. ഇനി നമുക്കൊരു ഭാഗത്തുനിന്ന് ക്ലോത്ത് എടുത്തിട്ട് ട്രയാങ്കിൾ മാതിരി ആക്കിയെടുക്കാം. ടേബിളിൽ വിരിച്ചിട്ടാലൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ താഴെ വിരിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതാ ട്രയാങ്കിൾ മാതിരി വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർ ചെയ്യാം കേട്ടോ. ഞാൻ ടോപ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചെയ്യുന്നത്. 4 ഫോൾഡ് നമുക്ക് വേണ്ടത് എത്ര അറിയോ? 8 മടക്ക് തുണിയാണുള്ളത്. അതേ അപ്പോൾ നമ്മൾ രണ്ടും പാടെ കൂട്ടിയിട്ടാണെങ്കിൽ 40 കിട്ടും. ഇതൊരു പീസ് 20 ആണുള്ളത്. അപ്പോൾ അപ്പുറത്തെ പീസും 20. അപ്പോൾ ഈ 40 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 8 ചെയ്യണം കേട്ടോ. 8 ചെയ്യുമ്പോൾ നമുക്ക് 5 ആണ് കിട്ടുക. അപ്പോൾ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. 2 മടക്കല്ല 4 മടക്കണം കേട്ടോ. എന്താ വെച്ചാൽ 8 ആണ് നമുക്ക് തുണിയുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ടത്തെ ബാക്കത്തെ പോർഷന് 4 മടക്കിയിട്ട് വേണം നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് വേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ നിന്ന് ബോഡി ലെങ്ത്ത് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ അംബ്രല്ലേൻ്റെ ലെങ്ത്ത് കിട്ടും. എനിക്ക് 40 ആണ് വേണ്ടത്. പിന്നെ നമ്മളൊരു പീക്കോ ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് 41 കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാലൻസ് വന്ന പീസ് ഇതാ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വിരിച്ചിട്ടിട്ട് ആ മാർക്കിങ് വന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് തുറന്ന് വിരിക്കുമ്പോൾ 4 പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ്ട്രാ നമ്മൾ 4 പീസ് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഈ പീസ് നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. 4 പീസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 4 പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെയാണ് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മേലത്തെ പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മൾ കട്ടിങ്ങൊക്കെ ഏകദേശം എല്ലാം ഒക്കെ കഴിഞ്ഞു. ഇനി ബെൽറ്റും കൂടി മാത്രം കട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലോത്തിൻ്റെ മേലെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ഒന്ന് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കഴുത്ത് എങ്ങനെ അറിയോ, നമ്മൾ റെഡിമെയ്ഡിലൊക്കെ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിൽ സ്റ്റിച്ച് ഇല്ലാണ്ട് നല്ല നീറ്റിൽ കിട്ടുന്ന അതേപോലെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കാണട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് നമ്മൾ പതിച്ചടിക്കാൻ പാടില്ല കേട്ടോ. മറിച്ചിട്ട് പതിച്ചടിക്കരുത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് ലൈനിങ് ഭാഗത്തേക്ക് ആ കട്ട് പീസ് വരുന്ന മാതിരി ബാക്കത്തത് അതിൻ്റെ സൈഡ് കൂടെ നീറ്റിലൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അയൺ ചെയ്താൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തു. ഇതുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ സ്റ്റിച്ച് കാണൂല കേട്ടോ. അപ്പോൾ അയൺ ചെയ്താൽ അതവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഇത് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലത്തെ ഓവർലാപ്പ് വരുന്നില്ലേ, അതിൻ്റെ ആ സൈഡ്സ് ഒന്ന് ഈ സൈഡ്സ് ഒന്ന് ആം ഹോൾ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ അടിഭാഗം ഫോൾഡ് ചെയ്യരുത്. ആ മേലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞു. ഇനി ആ ഇനിയൊരു പീസും കൂടി ഒന്ന് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഞാൻ ഇൻഷാല്ലാ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ ഇതേപോലെ തന്നെ ഇതും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ആ സിബ് അറ്റാച്ച് ചെയ്യുന്നതൊന്നും കാണിക്കില്ല, എന്താ വെച്ചാൽ എപ്പോഴും കാണിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ അതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഈ പീസൊക്കെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ ഒരു വേറെ നല്ലൊരു ഫിനിഷിങ് ആയിക്കാരം കേട്ടോ. ഈ അയൺ ബോക്സ് ഞാൻ വാങ്ങിയതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ അതേപോലെ സ്റ്റീം വരും. സ്റ്റീം വന്നിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഫിനിഷിങ് ആയിക്കാരം. ഇതാ 2 പീസും അയൺ ചെയ്തെടുത്തിട്ടോ. ഇനി ഞാൻ ബാക്കിൽ നമ്മൾക്ക് സിബ് വെക്കാനല്ലേ ആ മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് അതേപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അയൺ ചെയ്തതും അയൺ ചെയ്യാത്തുള്ള ഡിഫറൻറ്റ് ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ അതേപോലെ ഒന്ന് മറ്റേതും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഈസി ആയിക്കാരം. അപ്പോൾ ഇതാ രണ്ടും ഞാൻ അയൺ ചെയ്തെടുത്തു. ഇനി സിബും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കുകയാണ്. ഇങ്ങനെ ഇതേപോലെയാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഓവർലാപ്പായിട്ട് ക്രോസ് ആയിട്ടാണ് നമുക്ക് റെഫറൻസ് പിക്കിൽ കസ്റ്റമർ തന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിക്ക് ബ്രൈഡ് ടു ബിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ലാസ്റ്റിൽ റെഫറൻസ് പിക്കും കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ ഫൈനൽ ലുക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റെഫറൻസ് പിക്സ് പോലെ തന്നെ ആയിട്ടുണ്ടോ എന്നും പറയുക കേട്ടോ. അപ്പോൾ ആം ഹോള് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആം ഹോൾ തന്നെ വേണമെങ്കിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. തെന്നി പോകില്ല, നമുക്ക് സ്ലീവ്സ് വെക്കാനൊക്കെ ഈസി ആയി. കാരണം
ഞങ്ങൾ ജസ്റ്റ് ഒരു ലോക്ക് മാത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എവിടേക്കോ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം. ഇനി നമുക്ക് ആ മേലത്തെ ഭാഗം മാത്രം, അത് അത്ര മാത്രം വിട്ടിട്ട് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പുറത്തും അത്ര തന്നെ. ഇങ്ങനെ ഓവർലാപ്പ് ജോയിൻ്റ് ആവുന്നില്ല, അതിൻ്റെ താഴേക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ താഴേക്കും മേലേക്കും ആവാതിരിക്കാൻ വേണ്ടിയിട്ടോ. ആ മേലത്തെ ഭാഗം മാത്രം വിടുക. അപ്പോൾ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സിബ് അറ്റാച്ച് ചെയ്തിട്ട് ബാക്കത്തെ പാർട്ടും ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കലുണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ. ഇങ്ങനെയാണ് ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യൽ. അതേപോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്ലീവ്സ് ഇങ്ങനെ ഫ്രില്ല് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ഫ്രില്ലും ഇങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് എൻഡാവും തോന്നുമ്പോൾ നമുക്ക് ഒന്ന് ക്ലോത്ത് എൻഡക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ആം ഹോൾ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതാണ്ടില്ലേ ഒരു 3-4 ഫ്രിൽസ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾ കൂടുതൽ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തും കൂടി ഫ്രിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്ത് കൊടുന്നു. അതാ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതും ഒന്ന് ഫ്രിൽസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒന്ന് കണ്ടില്ലേ, നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലെയിൻ ക്ലോത്ത് അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും അവരുടേക്കാരം, എന്നാലും ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഓൾക്ക് അറിയട്ടെ വിചാരിച്ചിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതാ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എലാസ്റ്റിക് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എലാസ്റ്റിക് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് എലാസ്റ്റിക് ഇടാൻ ഭാഗത്തിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ സ്ലീവ്സിൻ്റെ ഉള്ളിൽ ഒന്ന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇതേപോലെയാണ് നമ്മൾ സ്ലീവ്സ് വരിക. ഇനി അടിയിൽ ഇങ്ങനെ ഓവർലാപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കേട്ടോ, പീച്ച് കളറായിട്ടുള്ളൊരു കളറാണ്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതാ അംബർല താടിയത്തെ സെൻറ്റർ ഭാഗവും പിന്നെ നമ്മൾ കട്ട് ചെയ്ത അംബ്രല്ലേൻ്റെ സെൻറ്റർ ഭാഗവും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ അംബ്രല്ല പോർഷന് സ്റ്റിച്ച് ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അറ്റ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതേപോലെ കേട്ടോ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്താൽ നല്ല നീറ്റായിട്ട്, ഉള്ളിലും നല്ല നീറ്റായി കയറാം, പുറത്തും നല്ല നീറ്റായി കയറാം. നമ്മൾ സ്റ്റിച്ച് സെൻട്രലായിട്ടായിട്ട് വരിക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം ഇതേപോലെ ഞാനൊരു ഭാഗം ലൈനിങ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുകയാണ്. ഇതേപോലെ അങ്ങനെ മടക്കിയിട്ട് നമ്മളെ ഈ സിപ്പ് വരുന്ന, അതായത് ബോഡി വരുന്ന ഭാഗത്ത് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് പേഴ്സണലി എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഭാഗം മനസ്സിലായിട്ടില്ല എന്ന്.
അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ സെൻറ്റർ ഒന്ന് വെച്ചിട്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സെൻറ്റർ എന്തെങ്കിലും നമ്മൾ കട്ടിങ്ങിൽ കുറച്ച് വലുതോ ചെറുതോ ഉണ്ടെങ്കിലും സൈഡൊക്കെ ആയാലും നല്ലതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയായിട്ട് സ്റ്റിച്ച് ചെയ്യൽ. അപ്പോൾ അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയത്തെ ഭാഗം ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് വേണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലൈനിങ് വെച്ചിട്ട് അംബർല ഭാഗവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിന് എലാസ്റ്റിക്കും പിന്നെ സൈഡ്സും ഒന്ന് അടിച്ചു കൊടുത്താൽ നമ്മൾ ഫ്രോക്ക് ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അളവ് നോക്കുകയാണ്. എന്നെക്കാട്ടി ഒരു ഇത്തിരിയും കൂടി തടികളുണ്ട് കേട്ടോ കൂട്ടി. അപ്പോൾ ഒരു 7 വെച്ചിട്ടുണ്ട് കേട്ടോ. 6.5 7 ഉണ്ടെങ്കിൽ മതി നമുക്ക്. പിന്നെ എലാസ്റ്റിക്കും അല്ലേ. അപ്പോൾ പിന്നെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നല്ല ലോങ് ആണ്. എന്താ വെച്ചാൽ ഇനി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പറ്റുന്നോന്ന് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടും പിന്നെ ഓരോ സ്ലീവ്സ് കാണിച്ചിട്ടും ഓരോ അംബർലൻ്റെ ഭാഗമൊക്കെ കാണിച്ചിട്ട് ഞാൻ കഴിയണത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ലെങ്ത്ത് കുറച്ചാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതൊന്ന് ലോക്കാക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഉള്ളിലോട്ട് പോവും. അപ്പോൾ 2 സൈഡും ഫസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം വേറെയുള്ള പണി. ഇലാസ്റ്റിക് കയ്യിൽ നിന്ന് വിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോവും. അപ്പോൾ ഞാൻ എലാസ്റ്റിക് ഇട്ടു. 2 കൈയിലും അതേപോലെ തന്നെ എലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആ സൈഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ നമ്മളെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആട്ടോ ഞാൻ ലൈനിങ് സെപ്പറേറ്റ് ഫ്രണ്ടിലത്തെ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. അത് കാണിക്കുന്നില്ല, എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതല്ല, അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി താഴോട്ടൊരു ഷേപ്പ് മാതിരി കൊടുത്തിട്ട് നമ്മളെ ഊരൻ്റെ ഭാഗം വരുന്നോട്ടൊന്ന് ഷേപ്പ് മാതിരി കൊടുത്തിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടിഭാഗം പീക്കോ ചെയ്യുക കേട്ടോ. ഈ മെഷീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ സിംഗറിൻ്റെ ടാലൻറ്റ് ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടു നോക്കാം. ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതിട്ടോ, ഞാൻ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സാറ്റിൻ്റെ നൂലിങ്ങനെ കുടുങ്ങി പോകട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറേ ടൈം എടുത്തടാ അതിന്, നല്ല ടൈം എടുത്ത് പിക്കോ ചെയ്യാൻ. എന്താ വെച്ചാൽ ഫുൾ അംബ്രല്ല അല്ലേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ റെഫറൻസ് പിക്ക് കസ്റ്റമറെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അതേപോലെ ഉണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. ഞാൻ ബെഡ്മേണ് വിരിച്ചിട്ടിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ബെഡിൽ ചുരി ആയിട്ട് ഇട്ടാലേ ഉള്ളൂ നമുക്ക് കിട്ടുക. എന്താ വെച്ചാൽ നല്ല ഫ്ലെയർ ഉള്ളതുകൊണ്ട് കട്ടിലൊന്നും മതിയാവില്ല കേട്ടോ. അത്രത്തോളം ഫ്ലെയർ ഉണ്ട്. ഡബിൾ ഫുൾ അംബ്രല്ല. അപ്പോൾ ഒരു കയറ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബോ മാതിരി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.